ഹലോ ഗൈസ്, ഇറ്റ്സ് മി ജോവിൻ ആൻഡ് വെൽക്കം ടു മോട്ടോ വ്ളോഗ്സ്. അപ്പോൾ ഈ നവംബറിൽ ഞാൻ ചെറിയൊരു മിഷനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. തൃശ്ശൂരുള്ള എല്ലാ യൂസ്ഡ് കാറും ഷോറൂം കവർ ചെയ്യുക, അവിടെയുള്ള ഏറ്റവും മികച്ച വാഹനങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു യൂസ്ഡ് കാറ് ഭൂരിഭാഗവും നമ്മുടെ ഈ വീഡിയോയിൽ, ഈ മാസം നമ്മൾ ഇറക്കുന്ന വീഡിയോയിൽ ഉണ്ടാവും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അത്രയും നല്ല വണ്ടികളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ വിശ്വസിച്ച് നിങ്ങൾക്ക് വാങ്ങുകയും ചെയ്യാം. അത് നമ്മൾ വീഡിയോ ചെയ്യണത് മേജറായിട്ടുള്ള ആക്സിഡൻസ്, ഫ്ലഡ്, എഞ്ചിൻ കംപ്ലൈൻറ്റ് അങ്ങനെയുള്ള വണ്ടികളൊന്നും നമ്മൾ വീഡിയോയിൽ എടുക്കുന്നില്ല, നമ്മൾ ചെയ്യുന്നില്ല. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന്, ഞാൻ വഴി വരുന്ന ബയേഴ്സിന് മികച്ച വണ്ടികളെ കൊടുക്കുള്ളൂ എന്നൊരു ഉറപ്പ് നമ്മൾ ഷോറൂമുകാരുടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. മീഡിയ പേഴ്സൺ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഭയം അവർക്ക് ഉണ്ടാവണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് വണ്ടി വാങ്ങാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ ചാനൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഈ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ നോക്കുക. കുറച്ച് വീഡിയോസ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. അതിൽ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അങ്ങനെ വണ്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. എൻ്റെ സ്വന്തം നമ്പറാണ്. മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് വിളിക്കുക. വണ്ടി വാങ്ങാനാണെങ്കിലും ഇനി നിങ്ങളുടെ വണ്ടി വിൽക്കാനാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാനും ഫുൾ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ്. കാർ ഹബിലുള്ള വണ്ടികളാണ് നമ്മൾ ഈ എപ്പിസോഡിലത്. ലാസ്റ്റ് എപ്പിസോഡാണ്. കാർ ഹബിലുള്ള വണ്ടികളുടെ ലാസ്റ്റ് എപ്പിസോഡാണ്. ഒരുപാട് വണ്ടികളുണ്ട്. ഇതിന് മുന്നേ നമ്മൾ 2 വീഡിയോസ് കാർ ഹബിലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കാണാം, വണ്ടികളൊക്കെ നോക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിലാണെന്ന നമ്പറിൽ നമുക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വണ്ടികൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ എപ്പിസോഡിൽ വരുന്നത് ഹോണ്ടയുടെ അമേസാണ്. ഓക്കെ, ഈ അമേസ് എന്ന് പറഞ്ഞാൽ 2013 മോഡൽ വണ്ടിയാണ്. ഡീറ്റെയിൽസ് പറയാം. 2013 മോഡൽ വണ്ടി, സെക്കൻഡ് ഓണറാണ് കേട്ടോ. ഈ വണ്ടി 97,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ വണ്ടിയാണ്. ആസ്കിംഗ് പ്രൈസ് 3,80,000 രൂപയാണ്. ഹോണ്ട അമേസ് 2013 മോഡല്, സെക്കൻഡ് ഓണറാണ്. 97,000 കിലോമീറ്റർ, 97,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. പെട്രോളാണ്. ആസ്കിംഗ് പ്രൈസ് 3,80,000. നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കാം. വൈറ്റ് കളറിലുള്ള ഹോണ്ട അമേസ്. ഹോണ്ടയുടെ വണ്ടികൾ എപ്പോഴും അവർ റിലയബിലിറ്റിക്ക് വളരെ പേര് കേട്ടിട്ടുള്ള വണ്ടികളാണ്. അപ്പോൾ പ്രത്യേകിച്ച് അമേസ് ഒരുപാട് വിറ്റുപോയിട്ടുള്ളൊരു മോഡലാണ് ഹോണ്ടയുടെ അമേസ്. മികച്ച ഇൻറ്റീരിയർ, മികച്ച പെർഫോമൻസ് ഒക്കെയാണ് ഹോണ്ടയുടെ വണ്ടികളുടെ ഒരു പ്രത്യേകത. ഈ വണ്ടി വളരെ നീറ്റായിട്ടുള്ളൊരു വണ്ടിയാണ്. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. ഡാഷ്ബോർഡ്, സീറ്റൊക്കെ ബീച്ച് കളറിലുള്ള സീറ്റ്, വെൽ കുഷ്യൻഡ് ആയിട്ടുള്ള സീറ്റ്, നല്ല രീതിയിൽ കോൺട്രാസ്റ്റ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഈ ഹോണ്ട അമേസിൽ നമുക്ക് കാണാൻ പറ്റും. വളരെ നല്ല കണ്ടീഷനിലുള്ളൊരു വണ്ടിയാണ്. അപ്പം നമ്മൾ കാണിക്കുന്ന വണ്ടികളൊന്നും മേജറായിട്ടുള്ള ആക്സിഡൻസോ ഫ്ലഡോ എഞ്ചിൻ കംപ്ലൈൻ്റ് ഉള്ള വണ്ടികളല്ല. എല്ലാം നല്ല കണ്ടീഷണലായിട്ടുള്ള വണ്ടികളാണ് നമ്മൾ നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം ഈ വണ്ടികളൊക്കെ. അപ്പോൾ ബാക്കിൽ നമുക്ക് ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നിലെ സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ മൊത്തം ഇൻറ്റീരിയർ വളരെ ക്ലീനാണ്. പ്രത്യേകിച്ച് ഈ ബീച്ച് കളറ് നല്ല ഒരു എയറി ഫീലിംഗ് വണ്ടിക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ഒന്നുകൂടിയും പറയാം. ഹോണ്ട അമേസ് 2013 മോഡൽ വണ്ടി, സെക്കൻഡ് ഓണർ, 97,000 കിലോമീറ്റർ, പെട്രോളാണ്. ആസ്കിംഗ് പ്രൈസ് 3,80,000 രൂപ. താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റിൻ്റെ VXI മോഡലാണ്. ഇത് 2013 മോഡൽ വണ്ടിയാണ്. 2013 മോഡൽ വണ്ടി, സെക്കൻഡ് ഓണറാണ്. ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സെക്കൻഡ് ഓണറാണ്. പെട്രോൾ വണ്ടിയാണ്. ഇത് 76,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആസ്കിംഗ് പ്രൈസ് 4,40,000 രൂപയാണ്. സ്വിഫ്റ്റിൻ്റെ 2013 മോഡൽ VXI. സ്വിഫ്റ്റ് പൊതുവേ യൂസ്ഡ് കാർ റൂമിൽ നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ്. അപ്പം നമ്മൾ ചില ആൾക്കാർ പറയുന്നുണ്ട് നമ്മുടെ കമ്പനിയിൽ പ്രൈസ് കൂടുതലാണെന്നൊക്കെ. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പ്രൈസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണത്. നല്ല ക്വാളിറ്റി വണ്ടികൾ കിട്ടുമ്പോൾ അതിനനുസരിച്ചൊരു പ്രൈസ് വരും. അതൊന്നും നിങ്ങൾ നോക്കുക. വളരെ പ്രൈസ് കുറഞ്ഞിട്ട് വണ്ടികൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഉണ്ണി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നല്ല വണ്ടികൾക്ക് കുറച്ച് വില കൊടുക്കേണ്ടി വരും. വളരെ നീറ്റായിട്ടുള്ള ഇൻറ്റീരിയറാണ് ഈ സ്വിഫ്റ്റിനുള്ളത്. ബ്ലാക്ക്, നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. 2013 മോഡൽ വണ്ടി. അത്രയും ഒരു പഴക്കം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണുന്നില്ല. വീണ്ടും ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയാം. 2013 മോഡൽ വണ്ടി, VXI, സ്വിഫ്റ്റ്, സെക്കൻഡ് ഓണർ, 76,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. പെട്രോൾ വണ്ടിയാണ്. ആസ്കിംഗ് പ്രൈസ് 4,40,000 രൂപ. അടുത്തത് സ്വിഫ്റ്റ് തന്നെയാണ്. നേരത്തെ VXI ആണെങ്കിൽ ഇത് VDI മോഡലാണ്. ഡീസൽ വണ്ടി, പെട്രോളും ഉണ്ട് ഡീസലും ഉണ്ടല്ലോ. അപ്പോൾ സ്വിഫ്റ്റ് ആരാധകർക്ക് ഡീസൽ വേണമെന്നുള്ളവർക്ക് ഡീസൽ നോക്കാം. ഇതും 2013 മോഡൽ വണ്ടിയാണ്.
സിംഗിൾ ഓണർ വണ്ടിയാണിത്. ശ്രദ്ധിക്കുക, അത് സിംഗിൾ ഓണറാണ്. 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് 4,40,000 രൂപയാണ്. അപ്പോൾ പെട്രോളും ഉണ്ട്, ഡീസലും ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ. നിങ്ങളൊന്ന് നോക്കാം. ഇൻറ്റീരിയർ നമുക്ക് നോക്കാം. ബ്ലാക്ക് ഇൻറ്റീരിയർ തന്നെയാണ്. 3 സ്പോക്ക് സ്റ്റിയറിങ് കാര്യങ്ങൾ. സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയർ ഇപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യമാണ്. നമുക്ക് ജസ്റ്റ് ക്വാളിറ്റി നമുക്കൊന്ന് നോക്കാം. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ്സും ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ. 2013 മോഡല് സ്വിഫ്റ്റ് VDI സിംഗിൾ ഓണർ. 69,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ആസ്കിങ് പ്രൈസ് 4,40,000 രൂപ. നമുക്കൊന്ന് റിയർ സീറ്റ് ഒന്ന് നോക്കാം. സ്പീക്കേഴ്സ്, ബോട്ടിൽ ഹോൾഡർ, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 പേർക്ക് സുഖമായി ട്രാവൽ ചെയ്യാം. സ്വിഫ്റ്റിൻ്റെ VDI. ആസ്കിങ് പ്രൈസ് 4,40,000 രൂപ. 2013 മോഡല് സിംഗിൾ ഓണർ. അടുത്തത് സ്വിഫ്റ്റിൻ്റെ ഡിസയറാണ് വരുന്നത്. സെഡാനാണ് വരുന്നത്. ഇത് 2014 മോഡലാണ്. സിംഗിൾ ഓണറാണ്. 98,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. 2014 മോഡല് ഡീസൽ. 98,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പാണ്. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് വരുന്നത് 3,95,000 രൂപയാണ്. സൺവൈസർ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സൺവൈസർ അല്ല, റെയിൻ വൈസേഴ്സ് കൊടുത്തിട്ടുണ്ട് അഡീഷണൽ ഫിറ്റിംഗ് ആയിട്ട്. സ്വിഫ്റ്റിൻ്റെ അതേ തരത്തിലുള്ള ഇൻറ്റീരിയർ തന്നെയാണ് ഡിസയറിനുള്ളത്. ആകെ കൂടി ഒരു വ്യത്യാസമുള്ളത് പിന്നിൽ എക്സ്റ്റൻഡ് ആണ്. ഒരു ഡിക്കി വരുന്നുണ്ട് എക്സ്ട്രാ, സെഡാൻ ടൈപ്പ്. സീറ്റൊക്കെ വൈറ്റും ബ്ലാക്കും കൂടിയിട്ടുള്ള ഒരു ടോൺ നല്ല രസമായിട്ടുണ്ട്. നല്ല കംഫർട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. വളരെ നല്ല രീതിയിൽ ഇൻറ്റീരിയർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റിയർ സീറ്റും കൂടി നമുക്കൊന്ന് നോക്കാം. കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ ഡോർമ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രലിൽ ഒരു ആംറസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. സീറ്റ് കോൺട്രാസ്റ്റ് സ്റ്റിച്ചിങ് നല്ല രസമായിട്ടുണ്ട്, വൈറ്റ് കൊടുത്തത്. അതാണ് ഡിസയറിൻ്റെ ഒരു സ്പെഷ്യൽ. പിന്നിൽ സ്പീക്കേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. സ്റ്റോപ്പ് ലാമ്പ്. താഴെ ഡിസയർ. സ്വിഫ്റ്റ് ഡിസയർ 2014 മോഡല് സിംഗിൾ ഓണർ. 98,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 98,000 ഡീസൽ. ആസ്കിങ് പ്രൈസ് 3,95,000 രൂപ. അടുത്തതായിട്ട് ദാറ്റ്സൺ കമ്പനിയുടെ ഗോ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. റിഡിഗോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഈ പറഞ്ഞ പോലെ സ്വിഫ്റ്റ് ഡിസയർ ആയ പോലെ ഒരു എക്സ്റ്റൻഡഡ് ആണ്. ഇതൊരു ഫാമിലി കാറാണ്. പക്ക 7 സീറ്ററാണ്. 7 പേർക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്യാം. ദാറ്റ്സൻ്റെ റെഡിഗോ. നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. 2015 മോഡൽ വണ്ടിയാണ്. പെട്രോളാണ്. 79,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണറാണ്. ഓക്കെ, 2015 മോഡല് സിംഗിൾ ഓണർ. 79,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. കണ്ട നല്ല അലോയ് വീലും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ അടിപൊളി വണ്ടി. മുകളിൽ റൂഫ് റെയിൽ. ഇതിൽ വളരെ സ്പേഷ്യസ് ആണ്. നമുക്ക് ഇത്തിരി വലിയൊരു ഫാമിലി ഉണ്ട്. നമുക്ക് ബഡ്ജറ്റിൽ ഇപ്പോൾ നമുക്കൊരു ഹാച്ച് ബാക്ക് മേടിച്ച് 5 പേർക്കല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി വലിയ ഫാമിലിയാണ്. നമുക്ക് വലിയ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഗോ പ്ലസ് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് 2,95,000 രൂപയാണ്. വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറാണ്. റീഡിങ് ലൈറ്റ്, മ്യൂസിക് സിസ്റ്റം, AC. റെഡിഗോയുടെ ഏറ്റവും വലിയ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രൈസ് കുറവായിരുന്നു. മുന്നിൽ വേണമെങ്കിൽ നമുക്ക് 3 പേർക്ക് ഇരിക്കാം കേട്ടോ. ചെറിയൊരു കുട്ടി ഉണ്ടെങ്കിൽ ഇരിക്കാം. അതിൻ്റെ ഗിയർ ലിവറൊക്കെ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. സെൻട്രൽ ടണലൊക്കെ. പിന്നിൽ നമുക്കൊന്ന് നോക്കാം. പിന്നിൽ രണ്ടാമത്തെ നിരയിൽ 3 പേർക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്യാം. നല്ല ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തൈ സപ്പോർട്ടൊക്കെ കിട്ടുന്ന രീതിയിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ തേർഡ് റോ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ 2-3 കുട്ടികൾക്ക് സുഖമായിട്ട് ഇരിക്കാം. ഇനി അതല്ല, ആ സീറ്റ് മടക്കി വയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ലഗേജ് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ ഒരു 7 സീറ്റർ വണ്ടി നിങ്ങൾക്ക് ഇത്തിരി വലിയ ഫാമിലി ഉള്ള ഒരാൾക്കാർക്ക് ബഡ്ജറ്റിൽ വാങ്ങാം. 2,95,000 രൂപയാണ് ആസ്കിങ് പ്രൈസ്. ദാറ്റ്സൻ്റെ റെഡിഗോ. വളരെ നല്ലൊരു വണ്ടി കേട്ടോ. നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ മിസ് ചെയ്യണ്ട. വലിയ ഫാമിലിയുള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നല്ലൊരു വണ്ടി ഇത്രയും ചെറിയ പ്രൈസിന് കിട്ടാമെന്ന് പറയണത് വളരെ നല്ല ഒരു ഡീലാണ്.
അടുത്തതായിട്ട് നമ്മൾ വേറെ ഒരു സ്വിഫ്റ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു അടിപൊളി സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റിൻ്റെ VDI ABS മോഡല്, വൈറ്റ് കളറ്, താഴെ ഫുൾ ഓപ്ഷനാണ്, ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇനി ഇതൊരു 2010 മോഡൽ വണ്ടിയാണ്, ഡീസലാണ്. 1,33,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഓക്കെ, 1,33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 2,80,000 രൂപയാണ്. ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്ട് എഡിഷൻ മോഡലാണ് കേട്ടോ. കുറച്ച് ഇത്തിരി ഗിമ്മിക്സ് ഒക്കെ ഉള്ളതാണ്. ഇതിൻ്റെ ഹാൻഡിലൊക്കെ കണ്ടിട്ടില്ലേ, ക്രോം ഇൻസെർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, റെയിൻ വൈസേഴ്സ്, നല്ല ഭംഗിയായിട്ടുള്ളൊരു വണ്ടിയാണ്. ക്രോം ഇൻസെർട്ട് കാര്യങ്ങൾ, ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെ സൈഡിൽ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. 2,80,000 രൂപയുള്ളൂ ഇതിൻ്റെ വില. ഈ സ്വിഫ്റ്റിൻ്റെ സ്പീക്കറിൻ്റെ ചുറ്റൊക്കെ ചെറിയൊരു ലൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റൊക്കെ വേറെ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഒരു വൈറ്റും ബ്ലാക്കും കൂടിയിട്ടുള്ള മിക്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുറച്ചും കൂടിയും ഒരു സ്പോർട്ടി ലുക്കാണ് ഈ വണ്ടിക്ക് ഉള്ളത്. റീഡിങ് ലൈറ്റ് കാര്യങ്ങളൊക്കെ മുകളിലുണ്ട്. നമുക്കൊന്ന് റിയർ സീറ്റ് നോക്കാം. അപ്പോൾ സാധാരണ ഒരു സ്വിഫ്റ്റിൽ നിന്ന് ചെറിയ ചെറിയ ഒരു മാറ്റങ്ങൾ ഡിസൈനിലെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ. സ്വിഫ്റ്റിൻ്റെ VDI 2,80,000 രൂപയാണ് ഇതിൻ്റെ ഈ വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ടയറൊക്കെ കണ്ടില്ലേ, കെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു ടയറാണ്. പുതിയ ടയറും കാര്യങ്ങളൊക്കെയാണ്. അതും നിങ്ങളൊന്ന് നോക്കാം. നല്ല ബ്രാൻഡ് ന്യൂ ടയേഴ്സൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. സ്പോയിലർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്വിഫ്റ്റിൻ്റെ VDI ആസ്കിംഗ് പ്രൈസ് 2,80,000 രൂപ. സ്പോർട്ടി ആയിട്ടുള്ളൊരു സ്വിഫ്റ്റ് കേട്ടോ ഇത്. അടുത്തത് നമ്മുടെ മാരുതിയുടെ ഒരു A-Star ആണ് വണ്ടി. A-Starൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. A-Star VHI മോഡലാണ്, പെട്രോൾ വണ്ടിയാണ്, 2010 മോഡൽ വണ്ടിയാണ്, സിംഗിൾ ഓണറാണ് വണ്ടി. ഓക്കെ, അപ്പോൾ A-Star സിംഗിൾ ഓണർ 2010 മോഡൽ. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,50,000 രൂപയാണ്. നമുക്ക് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഒരു ഗ്രേയും ബ്ലാക്കും കൂടി ചേർന്നിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് വണ്ടിക്ക് A-Starന് കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ കൺസോൾ, ടണൽ കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി. ഡാഷ്ബോർഡൊക്കെ വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റിൽ റെഡ് ഇൻസെർട്ട് വളരെ നന്നായിട്ടുണ്ട്. റെയിൻ വൈസേഴ്സും കാര്യങ്ങളൊക്കെ. മാരുതിയുടെ A-Star ആസ്കിംഗ് പ്രൈസ് 3,50,000 രൂപ. ഇനി വരുന്നത് ഒരു വേഗണാറാണ്. വേഗണാർ LXI മോഡലാണിത്. 2017 മോഡലാട്ടോ. 2017 സിംഗിൾ ഓണറാണ്. പെട്രോൾ വണ്ടി. 58,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 4 ലക്ഷം രൂപയാണ് ഈ വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. റൂഫ് റെയില് കാര്യങ്ങൾ, റെയിൻ വൈസേഴ്സ്. വേഗണാർ 2017 മോഡല്. ഇൻറ്റീരിയർ കാര്യങ്ങൾ നമുക്ക് നോക്കാം. വേഗണാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരുപാട് പേർക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളൊരു വണ്ടിയാണ്. ഒരുപാട് നാൾ മുന്നേ ഒരുപാട് ഹിറ്റായിട്ടുള്ളൊരു വണ്ടിയാണ്. ഒരുപാട് പേര് മേടിച്ചിട്ടുള്ളൊരു വണ്ടിയാണ്. ആ പഴയ ഒരു ക്ലാസി ലുക്കാണ് വാഗണാറിനുള്ളത്. ഒരു ബോക്സി വണ്ടി, ചെറിയ ഫാമിലിക്കൊക്കെ വളരെ സുഖമായിട്ട് കംഫർട്ടബിളി യാത്ര ചെയ്യാൻ പറ്റുന്ന ഇതാണ്. നല്ല കുഷ്യൻഡ് ആയിട്ടുള്ള സീറ്റ്, വെൽ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ളൊരു സീറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്കൊന്ന് റിയർ സീറ്റ് നമുക്ക് നോക്കാം. റൈഡിങ് കംഫർട്ട് അപാരാണ് വാഗണാറിൽ. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 പേർക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്യാം. അത്യാവശ്യം ലഗേജ്, ബൂട്ട് സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ 2017 മോഡൽ വണ്ടി സിംഗിൾ ഓണറാണ്. ഡീറ്റെയിൽസ് ഒന്നും കൂടി പറയാം. സിംഗിൾ ഓണറാണ്. 58,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. പെട്രോൾ വണ്ടി, വാഗണാർ LXI. ഓക്കെ, ആസ്കിംഗ് പ്രൈസ് 4 ലക്ഷം രൂപ. അടുത്തതും ഒരു വാഗണാർ LXI ആണ്. ഇത് 2016 മോഡലാണ്. നേരത്തെ 2017 ആണെങ്കിൽ ഇത് 2016 മോഡലാണ്. ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 66,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. പെട്രോൾ വണ്ടിയാണ്.
ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,80,000 രൂപ കേട്ടോ. ഇതിൻ്റെ റൂഫ് റെയില് കാര്യങ്ങൾ, റെയിൻ വൈസേഴ്സ്. നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് നോക്കാം. 2016 മോഡല്. താഴെ ഒരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ വേറെ ഒരു ചെറിയൊരു ഗ്ലൗ ബോക്സ് ഉണ്ട്. വാഗണാറിന് മറ്റു വണ്ടികളിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമാണിത്. 2 ഗ്ലൗ ബോക്സാണ് വണ്ടിക്കുള്ളത്. സീറ്റ് ഒരു ബ്ലാക്കും വൈറ്റും കൂടിയിട്ടുള്ള ഒരു സീറ്റാണ്. വളരെ ഭംഗിയായിട്ടുണ്ട് അത്. വാഗണാർ അപ്പോൾ നമുക്കിവിടെ 2 വാഗണാർ ഇപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ട്. രണ്ടും നല്ല മികച്ച കണ്ടീഷനിലുള്ളൊരു വാഗണാറാണ്. ഇപ്പോൾ വാഗണാർ നോക്കുന്ന ആൾക്കാർ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റൊക്കെ പിന്നിൽ കൊടുത്ത്, പെട്രോൾ വണ്ടി, വളരെ നല്ല വണ്ടിയാണ്. 2016 മോഡല്, സെക്കൻഡ് ഓണർ, 66,000 കിലോമീറ്റർ, ആസ്കിംഗ് പ്രൈസ് 3,80,000 രൂപ. ഇനി ഞാൻ കാണിക്കുന്നത് ഡാറ്റ്സൻ്റെ റെഡിഗോ ആണ്. റെഡിഗോയുടെ 2 വണ്ടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ഗ്രീനും ഒരു വൈറ്റ് കളറാണ്. അപ്പോൾ ഇത് 2016 മോഡൽ വണ്ടിയാണ്. ഗ്രീന് വരുന്നത്. ഇത് സിംഗിൾ ഓണറാണ്. രണ്ടും 800 cc കേട്ടോ. 1000 cc അല്ല, 800 cc ആണ്. ഇത് 57,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. പെട്രോൾ വണ്ടിയാണ്. 2,45,000 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, 2016 മോഡല്, സിംഗിൾ ഓണർ, 57,000 കിലോമീറ്റർ, 2,45,000. പിന്നെ ഇത് വരുന്നത് 2017 മോഡലാണ്, വൈറ്റ്. ഇതും സിംഗിൾ ഓണറാണ്, 52,000 കിലോമീറ്ററാണ്, പെട്രോളാണ്. ഇതിൻ്റെ പ്രൈസ് 2.5 ലക്ഷം രൂപയാണ്, 2,50,000. അപ്പോൾ 2 വണ്ടികളുണ്ട് റെഡിഗോടെ. നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് നോക്കാം. വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആട്ടോ അതിൻ്റെ. ബ്ലാക്ക് സീറ്റ്, അതുമ്പോൾ വൈറ്റ് ഇൻസേർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഡിസൈനിലുള്ള ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു വണ്ടിയാണ് റെഡിഗോ. അപ്പോൾ 2,45,000 2,50,000 ആണ് പ്രൈസ് വരുന്നത്. പ്രൈസിലൊക്കെ നമുക്ക് ചെറിയ കുറച്ചിലുകളൊക്കെ നമുക്ക് ചെയ്യാം, കുറച്ചൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തു തരുന്നതാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഇനി അതും ബുദ്ധിമുട്ടാണെങ്കിൽ നേരിട്ട് വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. 2 ദാറ്റ്സൺ റെഡിഗോ. ഇനി നമ്മുടെ ഈ വീഡിയോയിലെ ലാസ്റ്റ് വണ്ടി, ഈ ഒരു വണ്ടിയോടുകൂടി നമ്മളെ കാർ ഹബിലെ വണ്ടികളുടെ കളക്ഷൻസ് അവസാനിക്കുകയാണ്. ഇതൊരു KUV 100 ആണ്. നല്ല ഒരു എന്താ പറയുക, ഒരു മസ്കുലിൻ ലുക്കുള്ള വണ്ടിയാണ് KUV 100. ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. 2018 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. 55,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ വണ്ടിയാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 4,20,000. ഈ KUV 100 ഒരു പ്രത്യേകതയുണ്ട്. മറ്റ് ഹാച്ച് ബാക്കുകൾ പോലെയല്ല. സാധാരണ ഹാച്ച് ബാക്കുകളിൽ 5 പേർക്കാണ് ട്രാവലിംഗ് ഉണ്ടെങ്കിൽ ഈ KUV 100 6 പേർക്ക് ട്രാവൽ ചെയ്യാം. അതായത് RC ബുക്കിൽ തന്നെ, രജിസ്ട്രേഷനിൽ തന്നെ 6 സീറ്റർ വണ്ടിയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാൻ. കണ്ട ഒരു അടിപൊളി ഡാഷ്ബോർഡാണ്. ഒരു വുഡൻ ഇൻസെർട്ടൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയുണ്ട് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് കാണാൻ. അതിൻ്റെ AC നോബൊക്കെ, റൗണ്ട് നോബൊക്കെ വളരെ രസമായിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, 6 പേർക്ക്. കണ്ട ഇത് മടക്കി വയ്ക്കുകയാണെങ്കിൽ ഒരു ഹാൻഡ് റെസ്റ്റായി, കപ്പ് ഹോൾഡറൊക്കെ ആയിട്ടുള്ള ഹാൻഡ് റെസ്റ്റ്. ഇനി അത് നിവർത്തി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് 3 പേർക്ക് ഫ്രണ്ടിൽ ഇരിക്കാം. പോലീസ് പിടിക്കുന്നില്ല, MPDക്കാർ പിടിക്കുന്നില്ല. 3 പേർക്ക് അവിടെ സുഖമായിട്ടിരിക്കാം. നടുക്കിലൊരു കുട്ടീനൊക്കെ ഇരുത്തിയിട്ട് പോവാം. പിന്നെ ഇതിൻ്റെ ഹാൻഡിലൊക്കെ വരുന്നത് ടോപ്പിലാണ് സ്പോട്ട് ആയിട്ടുള്ളത്. പിന്നിൽ നമുക്ക് 3 പേർക്ക് ഇരിക്കാം. അങ്ങനെ 3 6 പേർക്ക് സുഖമായി ട്രാവൽ ചെയ്യാം ഫാമിലി. അപ്പോൾ എക്സ്റ്റൻഡഡ് ഫാമിലിയുള്ള ആൾക്കാർക്ക് നോക്കാവുന്ന വണ്ടിയാണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള മഹേന്ദ്രയുടെ KUV 100. 2018 മോഡല്, സിംഗിൾ ഓണർ, 55,000 കിലോമീറ്ററാണ് വണ്ടി ഉള്ളത്. പെട്രോൾ വണ്ടിയാണ്. ആസ്കിംഗ് പ്രൈസ് 4,20,000 രൂപ.